ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരരാശി. മകരരാശിക്കാർക്ക് 2025 ഓഗസ്റ്റിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൻ്റെ ഫലങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. മകരരാശിയുടെ സ്വാമി ശനിദേവ്. ജന്മരാശി ചന്ദ്രരാശിയെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം 2ാം ഹൗസിൽ രാഹുവും 3ാമത്തെ ഹൗസിൽ ശനിദേവും 6ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴം 7ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും 8ാമത്തെ ഹൗസിൽ കേതുവും 9ാമത്തെ ഹൗസിൽ ചൊവ്വയുമാണ്. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ദാമ്പത്യം നോക്കുന്നത് 7ാമത്തെ ഹൗസ്. 7ാമത്തെ ഹൗസിലെ സൂര്യനും ബുധനുമുണ്ട്. ഈ സമയം കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ദാമ്പത്യം കടന്നു പോകുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് വളരെ കുറച്ച് ബിസിയായിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ജോലിപരമായി ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. ദാമ്പത്യം ആവറേജായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം ബുധൻ കേന്ദ്രത്തിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലോ ട്രേഡിങ്ങിൽ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന നല്ല സമയമാണ്. അതും ഓഗസ്റ്റ് 21 ശേഷം വളരെ അനുകൂലമായ സമയമായിരിക്കും. ഒരു ബുധ ആദിത്യ യോഗം കൂടി ഈ സമയം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം വളരെ നല്ല രീതിയിലായിരിക്കും നടക്കുക. ജോലിപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ, അതായത് ആദ്യത്തെ 2 ആഴ്ചകൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനുള്ള സമയമാണ് കാണുന്നത്. ജോലി സംബന്ധിച്ച യാത്രകൾ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഓഗസ്റ്റ് 21 ശേഷം അതെല്ലാം മാറി ഒന്ന് സ്മൂത്തായി വരുന്ന സമയമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും കിട്ടുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർ ഓഗസ്റ്റ് 21 ശേഷം പുതിയ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസം ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയം. നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നല്ലപോലുള്ള വരുമാനം ഉണ്ടാകുന്നതിനുമുള്ള സമയമാണ്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഈ മാസം കൂടുതൽ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ പോകുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ആഹാരം ക്രമീകരിക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.